BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. ശശിയുടെ വക്കീൽ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളി P. ശശിക്കെതിരെ നടത്തിയ അധിക്ഷേപത്തിനെതിരെയാണ് വക്കീൽ നോട്ടീസ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അന്തകൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി നിയന്ത്രിച്ച ഓഫീസാണെന്ന് വിമർശിച്ച് വെള്ളാപ്പള്ളി ഒരു ചാനൽ അഭിമുഖത്തിൽ പ്രതികരിച്ചതാണ് വക്കീൽ നോട്ടീസിലേക്ക് നയിച്ചത്. ഭരണത്തിന്റെ അന്തകനെന്നും പലിശരാജനെന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിനെതിരെയാണ് നിയമ നടപടി. ഈ വ്യാജ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് P. ശശി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുതിർന്ന അഭിഭാഷകൻ K. വിശ്വൻ മുഖേനയായിരുന്നു P. ശശി വക്കീൽ നോട്ടീസ് അയച്ചത്. ഇതിനു മുൻപ് നിലമ്പൂർ MLA PV അൻവറിന്റെ ആരോപണങ്ങൾ വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി P. ശശി മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന വർഷത്തിൽ വിവിധ സമയങ്ങളിലായി P. ശശിക്കെതിരെ അൻവർ 16 ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നായിരുന്നു ഇത്. ഈ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് ശശി അയച്ച വക്കീൽ നോട്ടീസിന് അൻവർ മറുപടി നൽകിയിരുന്നില്ല. തുടർന്നാണ് അൻവറിനെതിരെ ശശി കോടതിയിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തത്. തലശ്ശേരി, കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലായിരുന്നു ഹർജി നൽകിയത്. അന്ന് PV അൻവറിന് പിന്നിൽ അധോലോക സംഘടനകളായിരുന്നു എന്നാണ് P. ശശി ആരോപിച്ചത്. മുൻ സർക്കാരിന്റെ നീക്കങ്ങളിൽ ഇവർ അസ്വസ്ഥരാണെന്നും മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് തനിക്ക് നേരെയുള്ള ആക്രമണമെന്നും ശശി ഇതിനെതിരെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം CPM വെള്ളാപ്പള്ളിയെ തള്ളി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് P. ശശി ഇത്തരത്തിൽ ഒരു നിയമ നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. എന്നാൽ CPM നടപടിയിൽ തന്നെ തള്ളിപ്പറഞ്ഞ് CPM നന്നാവുകയാണെങ്കിൽ അതിനെ ബലിയാടാകാൻ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നായിരുന്നു വെള്ളാപ്പള്ളി പ്രതികരിച്ചത്. P. ശശിയുടെ നിയമ നടപടിയിൽ വെള്ളാപ്പള്ളി ഇതുവരെ പ്രതികരണങ്ങളുമായി എത്തിയിട്ടില്ല. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.